ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 5ാമത്തെ പാഠമാണ് വരയ്ക്കാം, വായിക്കാം. ഇതിനകത്ത് ഭൂപടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ അതിർത്തികൾ, ദിശകൾ എന്നീ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. നമ്മുടെ മുൻപത്തെ ക്ലാസ്സുകളിൽ ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും നമ്മൾ അഡീഷണൽ പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് വടക്ക് നോക്കി യന്ത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്കറിയാം, ദിശ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കുന്നത്. സമുദ്രയാത്രയിൽ നാവികർ ഇത് പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു. ഇതിനകത്ത് സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ള അഗ്രം വടക്കു ദിശയാണ് സൂചിപ്പിക്കുന്നത്. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ള അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. അതിനാലാണ് എങ്ങനെയുള്ളൊരു പേര് വന്നിട്ടുള്ളത്, വടക്കു നോക്കി യന്ത്രം എന്ന പേര് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. അത് മനസ്സിലാക്കി വെക്കുക, തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും. അപ്പം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. ആ പോയിന്റ് നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. കാർട്ടോഗ്രഫി എന്നാൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയെ കാർട്ടോഗ്രഫി എന്ന് വിളിക്കുന്നു. തയ്യാറാക്കുന്ന വ്യക്തിയെ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നു. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചാൽ, ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിന്, പരിശോധിക്കുന്നതിന്, അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. ഇത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുകൊണ്ട് മാത്രം ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം. നേരെ ഓപ്പോസിറ്റ് വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. 2 സംസ്ഥാനങ്ങളുമായിട്ടാണ്, 2 ജില്ലകളുമായിട്ടല്ല, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. ഈ ഭാരതപ്പുഴ ഒഴുകുന്ന ദിശ ചോദിച്ചാൽ അത് കിഴക്ക് ടു പടിഞ്ഞാറാണ്. നമുക്ക് നദികളെ കുറിച്ച് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നമുക്ക് കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളെ നോക്കാം, അതിന്റെ കൂടെ തന്നെ അതിന്റെ ദിശയും നോക്കാം. കിഴക്ക് ഭാഗത്തായിട്ട്, കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് തമിഴ്നാടാണ് വരുന്നത്. വടക്ക് ചോദിച്ചാലും അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ചോദിച്ചാലും കർണാടകയാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. വടക്ക് ചോദിച്ചാലും വടക്ക് ഭാഗത്തുള്ള ഒരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും, വടക്ക് കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം ചോദിച്ചാലും അതിന് ഉത്തരമായിട്ട് വരുന്നത് കർണാടകയാണ്. പടിഞ്ഞാറ് നമുക്കറിയാം അറബിക്കടലാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ്, അത് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതനിരകളുടെ വടക്കൻ അറ്റത്താണ്. ഹിമാലയ പർവ്വതനിരകളുടെ വടക്കൻ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇത് രൂപീകരിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീർ വിഭജിച്ചപ്പോഴാണ്. ജമ്മു കാശ്മീർ വിഭജിച്ചപ്പോൾ രൂപീകൃതമായതാണ് ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം. 2019 ഒക്ടോബർ 31 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ തലസ്ഥാനം ലേ ആണ്. മറ്റൊരു പ്രധാന നഗരമാണ് കാർഗിൽ. ലഡാക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ലഡാക്ക് എന്നുകൂടെ ഓർത്തു വെക്കുക. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളിൽ അത് അറബിക്കടലിലാണ്. നമുക്കറിയാം, ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരിക. ഓക്കെ, നമ്മൾ കേരളത്തിന്റെ അതിർത്തിയെ പറ്റി ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്. അറബിക്കടലിലുള്ള ദ്വീപാണ് ലക്ഷദ്വീപ്. ഇതിന്റെ തലസ്ഥാനം കവരത്തിയാണ്. 1956 ഇതൊരു
കേന്ദ്രഭരണ പ്രദേശമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ് ലക്ഷദ്വീപ്. അവിടെ 36 ദ്വീപുകളുണ്ട്. പക്ഷെ 10 മാത്രമേ ആളുകൾ താമസിക്കുന്നുള്ളൂ. മൊത്തം ദ്വീപുകൾ ചോദിച്ചാൽ അത് 36 എണ്ണമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അറബിക്കടലാണ്. നമ്മൾ കേരളത്തിന്റെ പറഞ്ഞപ്പോൾ അറബിക്കടലിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടലാണ് ബംഗാൾ ഉൾക്കടൽ. അതുപോലെ ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹിയാണ്. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കുറിച്ചാണ് അടുത്തത്. നൈബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ മൊത്തം 9 എണ്ണമാണുള്ളത്. അതിൽ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കര അതിർത്തിയാണ് പങ്കിടുന്നത്. 2 രാജ്യങ്ങൾ കടൽ അതിർത്തിയും. 7 രാജ്യങ്ങൾ കര അതിർത്തി പങ്കിടുമ്പോൾ 2 രാജ്യങ്ങൾ കടൽ അതിർത്തി പങ്കിടുന്നു. ആകെ മൊത്തം 9 രാജ്യങ്ങളാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് കണക്കാക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ, ഇത്രയെണ്ണം 7 എണ്ണം കര അതിർത്തിയിൽ പെടുന്നതാണ്. 2 എണ്ണമായിട്ടുള്ള മാലിദ്വീപും ശ്രീലങ്കയും കടൽ അതിർത്തിയാണ് പങ്കിടുന്നത് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഉത്തർപ്രദേശിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ വടക്കു ഭാഗത്തുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ് ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാമതാണ് ഉത്തർപ്രദേശ്. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ട്. PSC എക്സാമിൽ മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം, കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാമതായതുകൊണ്ട് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന വിശേഷണം ഉത്തർപ്രദേശിൻ്റെതാണ്. ഉത്തർപ്രദേശിന്റെ നൃത്തകലയാണ് കഥക്. പ്രധാന നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹബാദ് എന്നിവ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അശോകസ്തംഭം സാരാനാഥിലാണ്. ഉത്തർപ്രദേശിലെ സാരാനാഥിലാണ് അശോകസ്തംഭം. ഈ അശോകസ്തംഭത്തെയാണ് നമ്മൾ ദേശീയ ചിഹ്നമായിട്ട് കണക്കാക്കുന്നത്. അശോകസ്തംഭത്തെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസത്തിൽ തന്നെയാണ്. എന്നാൽ ദേശീയ ഗാനവും അംഗീകരിച്ചത് 2 ദിവസം മുൻപേ ആയിട്ടാണ്. 1950 ജനുവരി 24 അപ്പം അത് ഒരിക്കലും മാറിപ്പോകരുത്. ദേശീയ ഗീതവും ദേശീയ ഗാനവും ജനുവരി 24, ദേശീയ ചിഹ്നം റിപ്പബ്ലിക് ആവുന്ന ദിവസം തന്നെയാണ്. അത് ജനുവരി 26. ഇനി ഇതിൽ പറയുന്ന പോയിന്റ്സ് വാസ്കോഡഗാമയെ കുറിച്ചാണ്. വാസ്കോഡഗാമ കാറ്റിന്റെ സഹായത്തോടെ ലിസ്ബണിൽ നിന്നും തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താണ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തിയത്. പിന്നീട് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ചിട്ടാണ് മലിന്തി തുറമുഖത്തെത്തിയത്. മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കാപ്പാട് എത്തിയത്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ വാസ്കോഡഗാമയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇത്രയും പോയിന്റ്സ് ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഭൂപടങ്ങളുടെ പ്രാധാന്യം എന്തെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് ഭൂമിശാസ്ത്ര പഠനത്തിനും പ്രതിരോധത്തിനും വിനോദസഞ്ചാരത്തിനും ഭരണനിർവഹണത്തിനും ഗതാഗതത്തിനും എല്ലാം സഹായകമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രളയം, ഉരുൾപൊട്ടൽ, അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റ് അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് പെട്ടെന്ന് വേഗത്തിൽ എത്തിച്ചേരാനും അതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇങ്ങനെയുള്ള ഭൂപടങ്ങളും റൂട്ട് മാപ്പുകളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഒന്ന് പറയുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് എല്ലാ ചാപ്റ്റേഴ്സും ഈ രീതിയിൽ കവർ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.